ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിൽ ക്വാർട്ടർലി എക്സാമിനേഷന് ഏതൊക്കെ പാഠങ്ങളാണ് ചോദിക്കുന്നതെന്നാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പഠിക്കാനുള്ളത് 5 യൂണിറ്റുകളാണ്. ആദ്യത്തെ 2 യൂണിറ്റ് ക്വാർട്ടർലി എക്സാമിനേഷന് ചോദിക്കും. പിന്നീട് വരുന്ന 2 യൂണിറ്റ് ഹാഫ് ഇയർലി എക്സാമിനേഷന് ചോദിക്കും. പിന്നീട് വരുന്ന അവസാനത്തെ ഒരു യൂണിറ്റും എല്ലാം കൂടെ ചേർത്താണ് മോഡൽ എക്സാമും ഫൈനൽ എക്സാമിനുമായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ള ആദ്യത്തെ 2 യൂണിറ്റിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നോക്കുമക്കളെ. ആദ്യത്തെ 2 യൂണിറ്റിൽ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ജീബർ എന്നാണ്. എൻജോയ് ചെയ്ത് ജീവിക്കൂ എന്നാണ്. നമ്മൾ എത്ര പേർ എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വലിയ എൻജോയ്മെൻറ്റ് എന്താണ്? പ്രകൃതിയെ കൂടുതലായി അടുത്തറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ജീബർ എന്ന് പറയുന്ന പാഠം നമുക്ക് നൽകുന്ന സന്ദേശം. അതിൽ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠ് ചട്പട് ഓർ നടുക്കട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിലൊരു ചേട്ടനും അനിയനുമാണ്. ഇവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത് പ്രകൃതിയിലെ ഓരോ സംഭവവികാസങ്ങളെ നോക്കിക്കാണുകയും അതിനോട് എങ്ങനെ ഇടപഴകുന്നു എന്നുള്ളത് ആണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ പാഠങ്ങളിൽ പ്രധാനമായുള്ള നമുക്ക് ഡയറികൾ വരാം, കോൺവെർസേഷൻ വരാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പാഠത്തിൽ വരാണ്ട്. അത് നമുക്ക് പാഠങ്ങൾ വിശദമായി പറയുന്ന സമയത്ത് സംസാരിക്കാം. അപ്പോൾ ഈ പാഠം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഓക്കെ, രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ബൗത്ത് ദിനോ കെ ബാദ് എന്നാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം കവി തൻ്റെ നാട്ടിലേക്ക് എത്തിയ സമയത്ത് ആ പ്രകൃതിയുടെ നെൽവയലുകളൊക്കെ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിൻ്റെ സുന്ദരമായ പുഞ്ചിരികളും പൂവിൻ്റെ സുഗന്ധവും അതുപോലെ തന്നെ മണ്ണിൻ്റെ മണവും എല്ലാം തന്നെ അദ്ദേഹത്തിനെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും പ്രകൃതിയെ കൂടുതൽ അടുത്തറിയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് മനസ്സിലാക്കുന്ന മെസ്സേജാണ് നമുക്ക് ഈ പാഠത്തിലൂടെ വരാനുള്ളത്. ഈ കവിത വളരെ മനോഹരമായ കവിതയാണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ പാഠത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനമായി വരുന്നത് നമുക്ക് പ്രേംചന്ദിന്റെ ബൂഡി കാക്കി എന്ന് പറയുന്നതാണ്. ഇദ്ദേഹം പ്രേംചന്ദ് ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ബൂഡി കാക്കി എന്ന് പറയുന്നത് എന്താണ്? ബൂഡി കാക്കി എന്ന് പറയുന്നത് വൃദ്ധയായ ഇളയമ്മ എന്ന് പറയുന്ന ഒരു പാഠമാണ്. ഈ പാഠത്തെ എങ്ങനെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? ഇതൊരു പ്രേംചന്ദ് എഴുതിയ ഈ കഥയെ ഗുൽജാർ ഒരു സിനിമയാക്കി അവതരിപ്പിച്ചു. ആ സിനിമയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഷഷ്തിയാണ് അഥവാ ബ്ലർബാണ്. ഷഷ്തി എന്നോ ബ്ലർബ് എന്നോ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന ഈ സംഭവത്തെ പിൻതാൾ കുറിപ്പ് അഥവാ സംക്ഷിപ്ത രൂപം എന്നാണ് പറയുന്നത്. ഒരു നോവൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ നോവലിനെ കുറിച്ച് വായിച്ചു തീരുന്നതിന് മുൻപ് എന്താണ് ഇതിൽ പറയുന്നതെന്ന് പ്രതിപാദിക്കുന്ന ഏറ്റവും പിറകിലെ ഭാഗമാണ് ഷഷ്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബൂഡി കാക്കി എന്നുള്ള സിനിമയുടെ ഷഷ്തിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പാഠത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഒരു ഷഷ്തി നിങ്ങളോട് തയ്യാറാക്കുന്നതിന് വേണ്ടിയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ചോ മറ്റേതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ചോ അതും വരും. അങ്ങനെ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് മുഴുവൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് രണ്ടാമത്തെ യൂണിറ്റാണ് മക്കളെ. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഹരിയാലിക്ക് ചാവുമേ എന്നാണ്. പച്ചപ്പിൻ്റെ തണലിൽ എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. പ്രകൃതിയുടെ പച്ചപ്പിൻ്റെ തണലിൽ എങ്ങനെ ജീവിക്കുന്നു നാം മറ്റുള്ള ജീവജാലങ്ങളും എല്ലാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൽ നിങ്ങൾക്ക് ആദ്യമായി പഠിക്കാനുള്ളത് ഒരു കഹാനിയാണ്. ഗർ എന്ന് പറയുന്ന കഹാനിയാണ്. പ്രഭാതിജി എഴുതിയിരിക്കുന്ന ഒരു കഹാനിയാണ്. നമ്മുടെ വീട് നമ്മൾ മാത്രമാണ് വസിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ വേറെയും പല ജീവികൾ വരാറില്ലേ? പല്ലികൾ വരാറില്ലേ? പാറ്റകൾ വരാറില്ലേ? ഉറുമ്പുകൾ വരാറില്ലേ? അപ്പോൾ വീട് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു പുതിയ തലം തന്നെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ കഥയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഫൂൽ എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഈ കവിത മനോഹരമായ പൂക്കളെക്കുറിച്ചുള്ള അല്ലേ രാം ദശരഥ് മിശ്ര എന്ന് പറയുന്ന സാഹിത്യകാരൻ കവി ചെയ്തിരിക്കുന്ന മനോഹരമായ ചാപ്റ്ററാണ്. ഇങ്ങനെ നമുക്ക് പഠിക്കാനുള്ളത് 5 പാഠങ്ങളാണ്. ഈ 5 പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കൂ മക്കളെ, ഒരു ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ 5 ചാപ്റ്ററിൽ നിന്ന് 7 5 35 മാർക്കിൻ്റെ ചോദ്യങ്ങളായി. അങ്ങനെയാണെങ്കിൽ 2 കവിതകളാണുള്ളത്. ഓക്കെ, അവസാന കവിതകൾ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും ഈ 5 പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓരോ പാഠങ്ങളിൽ നിന്നും 7 മാർക്ക് പ്രതീക്ഷിക്കണം. ചില പാഠങ്ങളിൽ കൂടുതൽ വന്നേക്കാം. അപ്പോൾ 35 മാർക്കാണ്. നമുക്ക് 40 മാർക്കിനാണ് ചോദ്യം. ഇതിനകത്ത് നമുക്ക് ലെറ്റർ വരും, ഡയറിയിൽ ലെറ്റർ, പോസ്റ്റർ വരും, കോൺവെർസേഷൻ വരും, എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡിങ് ആയിട്ടാണ് 7 മാർക്ക് ഒരു പാഠത്തിൽ നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് 35 മാർക്കിൻ്റെ വിട്ടു. ബാക്കി 5 മാർക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് 2 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തിന് വരും എന്നറിയോ? വാക്യ പിരമിഡിന് വരും 2 മാർക്ക്. ഓക്കെ, വാക്യ പിരമിഡിന് 2 മാർക്ക് വരും. ഓക്കെ, പിന്നീട് നമുക്ക് 1 മാർക്കിന് വിശേഷൻ ശബ്ദ കോൻ സാഹേ എന്ന് പറഞ്ഞൊരു ചോദ്യം വരും. ഓക്കെ, പിന്നീട് നമുക്ക് സഹി രൂപ കോൻ സാഹേ ശരിയായ രൂപം ഏത് എന്ന് പറഞ്ഞിട്ട് വവ് പ്ലസ് നെ എന്നൊരു ക്വസ്റ്റ്യൻസ് വരും. പിന്നീട് നമുക്ക് വരുന്നത് സഹി വാക്യ കോൻ സാഹേ രാംനെ ചലനെ ലഗ, രാംനെ ചലനെ ലഗി, രാംനെ ചലനെ ലഗ എന്ന് പറഞ്ഞിട്ടല്ലേ രാം ചലനെ ലഗ, രാംനെ ചലനെ ലഗ, ഇതിലേത് വാക്യമാണ് ശരിയെന്ന് ചോദിച്ചുകൊണ്ടുള്ള സെൻറ്റൻസ് വരും. അതൊക്കെ നമ്മൾ അങ്ങനെ വരുമ്പോൾ നോക്ക് 35
37, 38, 39, 40 അങ്ങനെയാണ് 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഒക്കെ തന്നെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൻ്റെ ഒക്കെ കണ്ടന്റ് വീഡിയോസ് ഉണ്ടാവും. നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ടില്ല. എല്ലാം ഗംഭീരമായി നമുക്ക് പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ജനറലായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളെ പഠനത്തിന് മുന്നോട്ടുള്ള പോക്ക്. മറ്റ് വീഡിയോയിൽ മറ്റ് വിവരങ്ങളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.